നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തിനാ മോളിങ്ങനെ സങ്കടപ്പെടുന്നത്? ദേവിയെടുത്തി ആവുന്ന പറഞ്ഞല്ലായിരുന്നോ അന്ന് പോരുതെന്ന്? ഞാൻ നിത്യമോളെ കുറ്റപ്പെടുത്തുന്നൊന്നല്ല. ഇത്രയും വലിയൊരു ചതി തിരിച്ചറിയുമ്പോ നീറിപ്പൊകഞ്ഞ് ഒരിടത്ത് നിൽക്കാൻ ആർക്കും കഴിയൊന്നുമില്ല. പിന്നെയും കറിയാ, ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കാതെ മനസ്സിന് ശക്തി കൊടുക്കണം. ഞാൻ എഴുന്നേൽക്കും, എനിക്ക് എഴുന്നേറ്റ് നടക്കണം എന്നൊരു തോന്നല് മനസ്സിൽ ശക്തമായിട്ടുണ്ടാക്കാനായാല് ശരീരവും അതിന് ശ്രമിച്ചോളും. എന്റെ മോൾക്ക് എഴുന്നേക്കാൻ പറ്റും. എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ വരും. ആ പ്രതിസന്ധികളെ മറികടക്കുന്നവരാ ജീവിതത്തിൽ വിജയിക്കുന്നത്. രോഗവും അപകടവും ഒക്കെ തളർത്തിയ എത്രയോ പേര് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. അതിനാദ്യം ഉണ്ടാവേണ്ടത് മനഃശക്തിയാ. മെഡിസിൻസും ഫിസിയോതെറാപ്പിയും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു മാത്രം. അങ്ങനെ ഒരു ദിവസം എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് എന്റെ നിത്യമോള് ദേവിയെടുത്തീന്നും വിളിച്ച് എഴുന്നേറ്റ് നടക്കും. ആദ്യം ഈ കൈയും കാലും ചലിപ്പിക്കാൻ മോള് ശ്രമിക്കണം. അതിന് കഴിഞ്ഞ ഈ കട്ടിലിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വീൽ ചെയറിലിരുത്തി ദേവിക എടുത്തി മോളെ പുറത്തൊക്കെ കൊണ്ടുപോകും. പിന്നെ പതിയെ എഴുന്നേൽക്കണം, നടക്കണം, സംസാരിക്കണം. എന്നിട്ട് വേണ്ടേ ആ ചതിയനോട് നമുക്ക് പകരം വീട്ടാൻ? എഴുന്നേറ്റ് നടക്കണമെന്നും സംസാരിക്കണമെന്നുള്ള ആഗ്രഹത്തിനൊപ്പം തന്നെ നിന്നെ ഇങ്ങനെ ആക്കിയവരെ ഇതേ രീതിയിലാക്കണം എന്ന വാശിയും മനസ്സിൽ വേണം. അത് നമ്മുടെ ഞരമ്പിലെ ചോരോട്ടത്തിന്റെ വേഗം കൂട്ടും. എന്താണ് മോട്ടിവേഷൻ ക്ലാസ് ആണോ? ആണെങ്കിൽ എത്ര മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ടും ഒരു കാര്യമില്ല. എവളിനി അനങ്ങാനൊന്നും പോകുന്നില്ല. വെജിറ്റബിൾ, വെറും പച്ചക്കറി. അത് നീയാണോ തീരുമാനിക്കുന്നേ? നീ നിന്റെ കാര്യം നോക്കടാ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ വന്ന് എന്റെ കൈയുടെ ചൂടറിയണമെന്ന് നിനക്ക് അത്ര നിർബന്ധ? നിനക്ക് വേണ്ടി ഞാനൊരു പ്രത്യേക അക്കൗണ്ട് തുറന്നു വെച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാവല്ലോ. കിട്ടുന്ന എല്ലാം ആ അക്കൗണ്ടിൽ ഇടുന്നുണ്ട്. പലിശ ചേർത്ത് തിരിച്ചറിയാനുള്ള കണക്ക് പുസ്തകം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പണ്ടും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ശരത്ത് അമ്പ ചെയ്ത് കളിക്കുന്ന വഴിയിൽ വെറുതെ വന്ന് നിൽക്കരുതെന്ന്. ചോര വാർന്ന് ചത്തുപോകും. അമ്പ് കൊണ്ടുള്ള മൃഷ്ടാന ഭോജനം. ശത്രുവിന് ശരത്ത് കൊടുക്കുന്നേ അതാ. ശത്രുവിന് ദൈവം പുലിമടയിൽ അത്താഴം ഒരുക്കുന്ന. നീ അത് കേട്ടിട്ടില്ലായിരുന്നോ? നിനക്ക് ദൈവം സ്പെഷ്യല് കൂട്ടി ഊണ് തരും. നിത്യമോളും കൂടി ഒന്ന് എഴുന്നേറ്റ് നടന്നോട്ടെ. നീ കാത്തിരുന്നോടാ. അല്ല, നിന്നെ ഉടനെ ഇവിടുന്ന് സിദ്ധാർത്ഥം കെട്ടിക്കൊണ്ട് പോവാണെന്നോ കെട്ടി വലിച്ചുകൊണ്ട് പോവാന്നൊക്കെ കേട്ടല്ലോ. മനോഹരൻ അതിന് പച്ചക്കൊടി കാണിച്ചെന്നാണല്ലോ അറിഞ്ഞേ. ആണെങ്കിൽ അപ്പൊ പിന്നെ എന്റെ പണി എളുപ്പമായി. നിത്യയുടെ കാര്യത്തിൽ നീ മാത്രമല്ല, ദേ ഈ കിടന്ന് ശ്വസിക്കുന്ന ബൊമ്മയോടെ കേൾക്കാൻ വേണ്ടി പറയുക. സിദ്ധാർത്ഥന്റെ കൂടെ പോവാൻ നീ എന്തെങ്കിലും പദ്ധതി ഇട്ടാ എവളെ ഞാൻ അങ്ങ് തീർക്കും.
ഒരു പഞ്ഞി തലയാണ് എടുത്ത് മുഖത്തൊന്ന് അമർത്തി പിടിക്കേണ്ട കാര്യമേ ഉള്ളൂ. 3 മിനിറ്റ്. ആ കേസ് എടുത്ത് ഞാൻ നിന്റെ തലയിലോട്ട് വെച്ച് നീ നേരെ ജയിലിലോട്ടും പോവും. ഈ വക്കീലെ അഴിക്ക് പുറത്ത് നിൽക്കും. നിനക്കുള്ള വക്കാലത്തുമായിട്ട് 15 കൊല്ലം ജയിലിനകത്തും പുറത്തു നിന്ന് ആശ തീർക്കാം. ഓർത്തു വച്ചു. സങ്കടപ്പെട്ട് നിൽക്കുകയല്ലേ? എന്തിന്? എനിക്കറിയാം, ഡാഡിയുടെ വാക്കുകളും നിങ്ങളെ ഒരുപാട് നോവിച്ചു. ഏയ്, സാറിന് മനസ്സിലുള്ളത് പറഞ്ഞു. അതിന് സങ്കടപ്പെടുന്നത് എന്തിനാ? ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ മനസ്സിലെ സങ്കടം എനിക്കറിയാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പൊന്നുമണിയെ വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ. ഒന്നും അറിയാതെ ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന അവളെ ഒരു കരക്കെത്തിക്കണ്ടേ? അത് വേണം. നമ്മളല്ലാതെ ആരാ അവൾക്കുള്ളത്? ഞാനൊരു കാര്യം പറഞ്ഞാ നിങ്ങളത് ചെയ്യൂ? നീ പറയാക്ഷര. ഇപ്പൊ നീ പറയുന്നതൊക്കെയല്ലേ ഞാൻ ചെയ്യുന്നത്. സാമ്പ്രാണിക്കൊടിയിലല്ലെങ്കിൽ ടൗണിൽ എവിടെയെങ്കിലും നമുക്കൊരു വീട് വാടകയ്ക്ക് എടുക്കാം. വീട് വാടകയ്ക്ക് എടുക്കാനോ? എന്തിന്? 2 നിലയുള്ളൊരു വീട് വേണം. താഴെ നമ്മുടെ ചെറിയ ക്ലിനിക്ക്, മുകളില് നമുക്ക് താമസിക്കുകയും ചെയ്യാം. ശ്രുതി മോളെ അമ്മയും നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. എന്നിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാം. അക്ഷര, ഇതൊക്കെ പറയാൻ എളുപ്പമാ. പക്ഷെ നമ്മൾ എടുക്കുന്ന തീരുമാനം മറ്റാരെയൊക്കെ മുറിവേൽപ്പിക്കുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? എന്റെ ഡാഡിയുടെ കാര്യമല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? എനിക്കതറിയേ വേണ്ട. ഇനി മുറിവേൽക്കാൻ എനിക്ക് വയ്യ. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ട അമ്മയ്ക്ക് ഈ വയസ്സുകാലത്തെങ്കിലും കുറച്ച് സന്തോഷം കൊടുക്കണ്ടേ? നമുക്ക് ആലോചിക്കാം.